വിലങ്ങാട് പ്രദേശം വലിയൊരു ദുരന്തത്തെ അഭിമുഖീകരിച്ചു. അത് ആദ്യമായി അഭിമുഖീകരിച്ചതല്ല. നമ്മൾ ഒരുപാട് പ്രതിസന്ധികൾക്ക് നടുവിലൂടെയാണ് ഇപ്പോഴും കടന്നു പോകുന്നത് എന്നുള്ളത് സങ്കടകരമായ സത്യമാണ്. ഇവിടുത്തെ വീടുകളിൽ വന്നപ്പോൾ സർക്കാർ അവർക്ക് കളക്ടർമാർ എഴുതി കൊടുത്തിരിക്കുന്നത് ഈ വീടോ ഈ പ്രദേശമോ താമസിക്കാൻ യോഗ്യമല്ല എന്ന് സാക്ഷ്യപ്പെടുത്തിയ അനേകം വീടുകളിൽ ഇപ്പോഴും ഇവിടെ മനുഷ്യർ താമസിക്കുന്ന സാഹചര്യമുണ്ട്. സത്യത്തിൽ അതെല്ലാം നമ്മളെ വീണ്ടും വീണ്ടും ഭാരപ്പെടുത്തുന്ന ഓർമ്മകളും ചിന്തകളുമാണ്. അവയ്ക്ക് കൂടി പരിഹാരം കാണണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം അഭിവന്യ റെമീജിയൂസ് പിതാവ് ഇവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. അതായത് നമ്മുടെ സഹായഹസ്തങ്ങൾ പിൻവലിക്കാൻ സമയമായിട്ടില്ല. ഇനിയും നാം എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ ഒരു ദുരന്തമുഖത്തിൻ്റെ ഭീതിയിൽ കഴിയുന്നവരെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ള പിതാവിൻ്റെ തിരിച്ചറിവും അതിനുവേണ്ടിയുള്ള തീരുമാനവും ഏറെ അഭിനന്ദനാർഹമാണ്. ഞങ്ങളെല്ലാവരുടെയും പിന്തുണ ഈ ഒരു തീരുമാനത്തിന് ഹൃദയപൂർവ്വം വാഗ്ദാനം ചെയ്യുകയാണ്. നമ്മൾ കേരള സ്റ്റോറി എന്നൊക്കെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിലുള്ള കേരള സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾ ജാതിക്കും മതത്തിനും വർണ്ണത്തിനും അതീതമായി എല്ലാ സങ്കടങ്ങളെയും ഒരു മനസ്സോടെ കൈകോർത്ത് നിന്ന് നേരിടാൻ കൽപ്പുറ്റവരാണ്. ആ ഒരു അരൂപി നഷ്ടപ്പെടാത്തിടത്തോളം കാലം ഒരു ദുരന്തത്തിനും നമ്മെ തോൽപ്പിക്കാനാവില്ല, ഒരു പ്രതിസന്ധിക്കും നമ്മെ കീഴ്പ്പെടുത്താനാവില്ല എന്ന് നമ്മൾ തെളിയിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ പുനരധിവാസ പാക്കേജ് ആ നാളുകളിൽ വലിയ വലിയ കോർപ്പറേറ്റ് ഏജൻസികൾ വീടുകളുടെ എണ്ണം പ്രഖ്യാപിക്കുന്ന കേട്ട് ഞാൻ തന്നെ അമ്പരന്ന് പോയി. ഈ വീടെല്ലാം അവരെവിടെ കൊണ്ട് വയ്ക്കുമായിരിക്കും? ഓരോരുത്തരും 500 വീട് 600 വീട് ഒക്കെ പ്രഖ്യാപിച്ചതല്ലാതെ ആ വീട് എവിടെയെങ്കിലും പണിതതായിട്ട് എനിക്കറിഞ്ഞുകൂടാ. വാസ്തവത്തിൽ പ്രഖ്യാപിച്ചത് പ്രവർത്തിച്ച് കാണിച്ചത് നമ്മുടെ KCBC ആണ് എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. നമ്മൾ 1000 വീടൊന്നും പ്രഖ്യാപിച്ചില്ല, നമ്മൾ 100 വീട് പ്രഖ്യാപിച്ചുള്ളൂ. പക്ഷേ വയനാട്ടിലും ഇവിടെയും കൂടിയായിട്ട് ഏകദേശം 160ഓളം വീടുകൾ നമ്മൾ നിർമ്മിച്ചുകൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുന്ന ഘട്ടത്തിലെത്തിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യം. KCBC എന്ന് പറയുമ്പോൾ അതൊരു മതസംഘടന എന്നുള്ളതിനേക്കാളും ഉപരി അത് ഈ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ എല്ലാം സഹായവും സഹകരണവും അതിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നല്ല കാലാവസ്ഥ ഇനിയും അധികം നീളുമോയെന്നറിയാൻ പാടില്ലാത്തത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓരോ വലിയ മഴയും വിലങ്ങാടുകാരുടെ ചങ്കിടിപ്പ് വർദ്ധിപ്പിക്കുന്നതായതുകൊണ്ട് ഞാൻ ദീർഘമായി പ്രസംഗിക്കേണ്ട കാര്യമില്ല. വസ്തുതാപരമായ എല്ലാ കാര്യങ്ങളും ഇവിടെ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു.